ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് എളുപ്പത്തിൽ എത്ര വലിയ മീനും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് ചൂര മീനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചൂര മീനെന്നാണ് പറയുന്നത്, ചിലയിടത്തൊക്കെ കേര മീനെന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മീനിൻ്റെ രണ്ട് സൈഡും ഇതുപോലത്തെ അതിൻ്റെ ആ ഒരു മുള്ളൊക്കെ ഒരു കത്രിക ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു കത്രിക നമ്മൾ വച്ചിരിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു മീനൊക്കെ എത്ര അറിയാത്തവർക്കും നമുക്ക് എളുപ്പത്തിൽ മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിത് ഇതുപോലത്തെ ആ ഒരു മുള്ളു ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട്, പക്ഷേ എനിക്ക് ചില വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാത്തത്. പക്ഷേ എൻ്റെ വീഡിയോ കുറേ പേര് കാണുന്നില്ല. ഞാൻ എല്ലാവരും വീഡിയോയും കാണുന്നുണ്ട്, മിക്ക വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അതവിടെ രണ്ട് സൈഡിലുള്ള മുള്ളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു സൈഡൊന്ന് വരഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഒന്ന് പോന്തി ഇങ്ങനെ നമുക്കത് അറുത്ത് കളയണം. നമുക്ക് ആ രണ്ട് സൈഡും ഇതുപോലെ അറുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ടിക്ക് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ. കാരണം നമുക്ക് ആ ഒരു അതിൻ്റെ തൊലി നമുക്ക് ഉരിച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ തൊലിയൊക്കെ നല്ല ഈസി ആയിട്ട് തന്നെ ഉരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ തിരിച്ചും നമുക്ക് ആ ഒരു സൈഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എത്ര വലിയ മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മീനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു തൊലി ഇതുപോലെ വലിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഇത് പിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് നല്ല പാട പോലെ തന്നെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പച്ച മീനാണെങ്കിൽ അതിൻ്റെ സൈഡൊന്നും ഇളകി പോകാതെ തന്നെ കിട്ടും. പിന്നെ ചെറിയ കേടായ മീനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ചതയോട് അങ്ങ് പോകട്ടെ. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ തോടൊക്കെ നമുക്ക് ഉരിച്ച് കളയാൻ പറ്റും കണ്ടോ. എത്ര ഈസി ആയിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു തോടെല്ലാം കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കതിനെ ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ തോലെല്ലാം നല്ലതുപോലെ ഉരിച്ച് കളയാൻ പറ്റും കേട്ടോ. അപ്പം ഞാനവിടെ മീനിൻ്റെ രണ്ട് ഭാഗത്തുള്ള തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതുപോലെ ആദ്യം തലയൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ചെയ്യുന്നത്. അതിൻ്റെ ആ തലഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിനനുസരിച്ച് നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കഷ്ണമായിട്ടാണല്ലോ നമ്മൾ ചൂര മീനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനാണ് എടുക്കണമെങ്കിൽ കട്ടി കുറച്ച് വേണം നമ്മൾ ഇതുപോലെ റൗണ്ടിന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ കറി വയ്ക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി കട്ടിക്ക് വേണം നമുക്ക് അതിനെ കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഓരോ പീസ് വീതം എടുത്ത് ഇതുപോലെ അതിൻ്റെ ആ ഒരു മുള്ളൊന്ന് മാറ്റി ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ ഇതുപോലെ മുള്ള് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ ആ രണ്ട് സൈഡുള്ള നമ്മൾ ആ ഒരു കഷ്ണം മാറ്റിയ ശേഷം നടുക്കുള്ള മുള്ളൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇതുപോലെ എന്നിട്ട് റൗണ്ടിന് ഇതുപോലെ കഷ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എത്ര വലിയ പീസായിട്ട് വേണോ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പലർക്കും മീൻ കട്ട് ചെയ്യാൻ പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ മീൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വീട്ടിനകത്ത് വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിന് മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യുന്ന പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നൊത്തോലി മീൻ നമുക്ക് വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ ചാള. അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, മത്തി. അപ്പോൾ ഞാൻ ഇനി ഒരു ദിവസം മത്തി നമ്മൾ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതവിടെ മീനെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കഷ്ണമാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തലഭാഗം എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇതുപോലെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ അറുത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു വേസ്റ്റ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുത്താൽ മതി. എളുപ്പത്തിൽ തന്നെ നമുക്ക് മീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അതവിടെ ഇതും നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തല രണ്ടായിട്ട് കട്ട് ചെയ്യണം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് പതുക്കെ പിടിച്ചോണം, അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ മുറിയ സാധ്യതയുണ്ട്. പതുക്കെ പിടിച്ച് ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള ആ ഒരു ഇതെല്ലാം മാറ്റി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ
എത്ര വലിയ മീൻ നമുക്ക് ഈസി ആയിട്ട് വൃത്തിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പുതിയ കൂട്ടുകാരാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ.